അപ്പോൾ നമുക്ക് അപ്പൻഡിക്സ് ഒന്ന് നോക്കാം. അപ്പൻഡിക്സിൽ ബാറ്റിനെ പറ്റി പറയുന്ന എന്താണെന്നൊക്കെ നോക്കാം. ഓൾ പ്രൊവിഷൻസ് ഇൻ സെക്ഷൻസ് B2 to B6 ആർ സബ്ജക്ട് ടു മെഷർമെൻറ്റ്സ്. അതായത് ഇനി പറയാൻ പോകുന്നതെല്ലാം മെഷർ ചെയ്യപ്പെടും. ആൻഡ് റെസ്ട്രിക്ഷൻസ് ഇൻ ദ ലോ ആൻഡ് ദിസ് അപ്പൻഡിക്സ്. അപ്പോൾ മെഷർ ചെയ്യും. പിന്നെ അതുകൂടാതെ ലോസ് പ്രകാരം സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് എത്താൻ പോകുന്നുള്ളൂ. B2-ലാണത്. പിന്നെ അഡ്ഹസീവ്സിനെ പറ്റി പറയുന്നുണ്ട്. അതായത് പശ ആവശ്യത്തിനും അത്യാവശ്യത്തിനും മിനിമൽ ക്വാണ്ടിറ്റിയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാറ്റിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ABCD അങ്ങനെ 4 കാറ്റഗറി ആയിട്ട്. ഹാൻഡിലിൻ്റെ സ്പെസിഫിക്കേഷൻ, ഒരു എൻഡ് ഓഫ് ദ ഹാൻഡിൽ ബ്ലേഡിലേക്ക് ഇൻസെർട്ട് ചെയ്ത് അങ്ങനെ ഹാൻഡിൽ ഇതിലായിട്ട് ജോയിൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ലോവർ പോർഷൻ ബ്ലേഡിൻ്റെ കേസ് അതേപോലെ തന്നെ ലോവർ പോർഷൻ ഹാൻഡിലായിട്ട് ജോയിൻ ചെയ്യുകയെന്ന് പറയുന്നു. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആണ്. അതിൻ്റെ സെപ്പറേറ്റഡ് ഡീറ്റെയിൽസ് നമ്മുടെ B3 B4 കാണുകയും ചെയ്യും. പിന്നെ ഹാൻഡിൽ ഗ്ലൂ ചെയ്യപ്പെടാം. എന്നിട്ട് ട്വൈനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ബോണ്ട് ചെയ്യുക, അപ്പർ പോർഷനായിട്ട് ബോണ്ട് ചെയ്യുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ട്രെയിൻ കെട്ടി വെച്ചേക്കണൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ ബാറ്റിൽ ഹാൻഡിലിൻ്റെ ഇതിൽ അതിൻ്റെ കേസാണ് പറയുന്നത്. പിന്നെ 5.5 പറയുന്ന അപ്പർ പോർഷൻ മെറ്റീരിയൽ എന്തൊക്കെ കവർ ചെയ്യാന്നുള്ള കേസുകളും പറയുന്നുണ്ട്. ഗ്രിപ്പിൻ്റെ കേസുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രിപ്പെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പാർട്ടല്ല എന്നത് എക്സ്ട്രാ പാർട്ടാണെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. പിന്നെ 5.6 മറ്റേ നമ്മുടെ ബാറ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന ഏതൊക്കെ പാർട്ടാണെന്ന് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു അതിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ കാര്യത്തിലൊഴിച്ച് ബാക്കി ഇത് അഡീഷണൽ പാർട്ട് എന്നുള്ള രീതിയിൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ബോട്ടം ഓഫ് ദ ഗ്രിപ്പ് ഷുഡ് നോട്ട് എക്സ്റ്റെൻഡ് ബിലോ ദ പോയിൻറ്റ് ഡിഫൈൻഡ് ഇൻ. അടുത്ത റൂളിൽ പറയുന്നത് അനുസരിച്ച് ഗ്രിപ്പ് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ലെങ്ത് ഒക്കെ പറയുന്നുണ്ട്. ടോയിൻ ബൈൻഡിങ് ആൻഡ് ദ കവർ ഗ്രിപ്പ് മേ ബി എക്സ്റ്റെൻഡ് ബിയോണ്ട് ദ ജംഗ്ഷൻ ഓഫ് ദ അപ്പർ ആൻഡ് ലോവർ പോർഷൻസ് ഓഫ് ദ ഹാൻഡിൽ ടു കവർ പാർട്ട് ഓഫ് ദ ഷോൾഡേഴ്സ് ഓഫ് ദ ബാറ്റ് ആസ് ഡിഫൈൻഡ് ഇൻ B3.1. അപ്പോൾ നമ്മുടെ ആ ഗ്രിപ്പ് താഴത്തേക്ക് എക്സ്റ്റെൻഡ് ആവുന്നതിൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. താഴത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലേഡിലേക്ക് എക്സ്റ്റെൻഡ് ആവുന്ന പാർട്ടാണ് പറഞ്ഞേക്കുന്നത്. അത് അത്യാവശ്യം എക്സ്റ്റെൻഡ് ആവാം എന്നുള്ള കേസ് പറഞ്ഞിട്ടുണ്ട്. നോ മെറ്റീരിയൽ ബി പ്ലേസ്ഡ് ഓർ ഇൻസർട്ടഡ് ഇൻ ടു ദ ലോവർ പോർഷൻ ഓഫ് ദ ഹാൻഡിൽ അതർ ദാൻ ആസ് പെർമിറ്റഡ് ടുഗദർ വിത്ത് മിനിമൽ അഡ്ഹസീവ്സ് ഓർ അഡ്ഹസീവ് ടേപ്പ് യൂസ് ഓൺലി ഫോർ ഫിക്സിങ് ദീസ് ഐറ്റംസ് ഓർ ഫിക്സിങ് ഹാൻഡിൽ ടു ദ ബ്ലേഡ്. അതായത് നമ്മൾ വേറെ എക്സ്ട്രാ മെറ്റീരിയലൊന്നും ഇതിൻ്റെ അകത്തേക്ക് കുത്തിക്കയറ്റാൻ പറ്റില്ല ഹാൻഡിലിൻ്റെ ഇതിലും. പിന്നെ മിനിമൽ അഡ്ഹസീവ്സ് പശ അല്ലെങ്കിൽ അഡ്ഹസീവ് ടേപ്പ് ഉപയോഗിക്കാം. ഈ ഐറ്റത്തിനെ യൂസ് ചെയ്യുന്ന പശയോ ടേപ്പോ യൂസ് ചെയ്ത് ഫിക്സ് ചെയ്യാന്നുള്ള കാര്യമാണ് പറഞ്ഞത്. മെറ്റീരിയൽസ് ഇൻ ഹാൻഡിൽ ആസ് എ പോർഷൻ ഓഫ് ടോട്ടൽ വോളിയം ഓഫ് ദ ഹാൻഡിൽ മെറ്റീരിയൽസ് അതർ ദാൻ കെയിൻ വുഡ് ഓർ ടോയിൻ ആർ റെസ്ട്രിക്റ്റഡ് ടു 1/10 ഫോർ ടൈപ്സ് A and B. അതായത് ഈ വുഡ്, കെയിൻ, ടോയിൻ ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ സാധനം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ടൈപ്പ് A and Bയിൽ 1/10 ആയിട്ട്, അതായത് എന്ത് ഐറ്റമാണെങ്കിലും അതിൻ്റെ 10-1 മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. A and Bയിൽ 1/5 ഫോർ ടൈപ്പ് C, 5-1 ഭാഗം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ടൈപ്പ് C ആൻഡ് ടൈപ്പ് Dക്കും. പിന്നെ അതുമാത്രമല്ല ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അതിൻ്റെ എത്ര പോർഷനിൽ ഉപയോഗിക്കാമെന്നുള്ള ഒരു കഥയാണ് പറഞ്ഞത്. സച്ച് മെറ്റീരിയൽസ് മസ്റ്റ് നോട്ട് പ്രൊജക്റ്റ് മോർ ദാൻ 3.5 ഇഞ്ച് അല്ലെങ്കിൽ 8.26 സെൻറ്റിമീറ്റർ ഇൻ ടു ദ ലോവർ പോർഷൻ ഓഫ് ദ ഹാൻഡിൽ. അതായത് ഹാൻഡിലിൻ്റെ ലോവർ പോർഷനിലേക്ക് അതിങ്ങനെ ഈ പറഞ്ഞ ലെങ്ത്തിനപ്പുറം എക്സ്റ്റെൻഡ് ആയി പോകരുത് എന്നാണ് പറയുന്നത്. ബൈൻഡിങ് ആൻഡ് കവറിങ് ഓഫ് ഹാൻഡിൽ. ദ പെർമിറ്റഡ് കണ്ടിന്യൂഷൻ ബിയോണ്ട് ദ ജംഗ്ഷൻ ഓഫ് ദ അപ്പർ and lower portion of the handle is restricted to a maximum measured along the length of the handle of. നമ്മൾ ഈ ബൈൻഡിങ്ങും കവറിങ് ഒക്കെ ചെയ്യില്ല ഹാൻഡിൽ, മറ്റേ ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ടൈൻ കൊണ്ട്. അപ്പോൾ അത് എത്ര ലെങ്ത്ത് വരെ പോകുന്നുള്ള ടൈൻ്റെ കേസ് 6.35 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2.5 ഇഞ്ച് വരെ പോകാം താഴത്തേക്ക്. അതേപോലെ കവറിങ് ഗ്രിപ്പ് 6.99 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2.75 ഇഞ്ച് വരെ പോകാമെന്നാണ് പറയുന്നത്. ഇനി ബ്ലേഡിൻ്റെ വേറെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. ദ ബ്ലേഡ് ഹാസ് എ ഫേസ്, എ ബാക്ക്, എ ടോ, സൈഡ് ആൻഡ് ഷോൾഡർ. നമുക്കറിയാവുന്ന സാധനം തന്നെ. ബ്ലേഡ് എന്ന് പറഞ്ഞാൽ മറ്റേ എഡ്ജും അതൊക്കെ കൂടിയിട്ടുള്ള സാധനങ്ങൾ, ടോ ഉണ്ട്. അപ്പോൾ ഫേസ് ഓഫ് ദ ബ്ലേഡ് ഈസ് ഇറ്റ്സ് മെയിൻ സ്ട്രൈക്കിംഗ് സർഫസ്, നമ്മൾ ബോൾ അടിക്കുന്ന ഏരിയ ഫേസ്. ആൻഡ് ഷാൽ ബി ഫ്ലാറ്റ് ആയിരിക്കണം. ഓർ ഹാവ് എ സ്ട്രെയിറ്റ് ഓർ സ്ലൈറ്റ് കോൺവെക്സ്. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച്
ചെറിയ രീതിയിൽ പുറത്ത് തള്ളുന്നത്. കാരണം റിസൾട്ടിങ് ഫ്രം ട്രഡീഷണൽ പ്രസ്സിങ് ടെക്നിക്സ് നമ്മുടെ നോർമൽ ആശാരിമാരുടെ വർക്ക് അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആൾക്കാർ കാരണം ഉണ്ടാവുന്ന കാർപ്പൻറ്റേഴ്സോ ഇത് വാട്ടവർ അത് മാനുഫാക്ചർ ചെയ്യുന്നവരുണ്ടാവുന്ന ഇതിലുള്ള ഇതൊഴിച്ച് ബാക്കി ഒരു ഇത് വരാൻ പാടില്ല. അതിൽ കൂടുതൽ എക്സ്ട്രാ ആയിട്ട് വരാം. ബാക്ക് ഈസ് ദ ഓപ്പോസിറ്റ് സർഫസ്. ബാക്ക് എന്ന് പറഞ്ഞാൽ ഫേസ് അല്ലാത്ത ഭാഗത്തിനാണ് ബാക്ക് എന്ന് പറയുന്നത്. ദ ഷോൾഡേഴ്സ് സൈഡ്സ് ആൻഡ് ടോ ആർ ദ റിമൈനിങ് സർഫസ് സെപ്പറേറ്റിംഗ് ദ ഫേസ് ആൻഡ് ദ ബാക്ക്. ബാക്കി ഷോൾഡർ എന്ന് പറഞ്ഞാൽ എഡ്ജ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അത് ആ ഭാഗം സൈഡും ഇതൊക്കെ വരുന്നുണ്ട്. ഷോൾഡേഴ്സ് വൺ ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ഹാൻഡിൽ. ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഹാൻഡിലിൻ്റെ സൈഡ്, മറ്റേത് എഡ്ജ് എന്ന് പറഞ്ഞാൽ മറ്റേ സൈഡ്സ് ആർ along the portion of the blade between the first entry point of the handle and the point at which the blade first reaches its full width. അതായത് ഷോൾഡർ എന്ന് പറഞ്ഞാൽ മറ്റേ ഹാൻഡിൽ ഇൻസെർട്ട് ചെയ്യുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിലെ എഡ്ജുകളാണ് ഈ ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ. ടോ ഈസ് ദ സർഫസ് ഓപ്പോസിറ്റ് ടു ദ ഷോൾഡേഴ്സ്. അത് നമ്മുടെ ബാറ്റിൻ്റെ ഏറ്റവും അടിഭാഗത്തിനാണ് ടോ എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഷോൾഡർ, അത് ഹാൻഡിലിൻ്റെ ആ ഭാഗങ്ങളിൽ ഷോൾഡർ എന്ന് പറയും. ദ സൈഡ്സ് ഓൺ ഈ സൈഡ് ഓഫ് ദ ബ്ലേഡ് ആർ അലോങ് ദ റെസ്റ്റ് ഓഫ് ദ ബ്ലേഡ് ബിറ്റ്വീൻ ദ ടോ ആൻഡ് ദ ഷോൾഡർ. ബാക്കി ഈ അറ്റം വരെ സൈഡ് കവർ ചെയ്യുന്നുണ്ടല്ലോ. ഒരു ബാറ്റിൻ്റെ ഒരു ഡെഫിനേഷൻ ഇംഗ്ലീഷിൽ പറഞ്ഞു എന്നുള്ളൂ. നോ മെറ്റീരിയൽ മേ ബി പ്ലേസ്ഡ് ഓൺ ഓർ ഇൻസ്റ്റഡ് ഇൻ ടു ദ ബ്ലേഡ് അതർ ദാൻ ആസ് പെർമിറ്റഡ്. നേരത്തെ പറഞ്ഞ അഡ്ഹസീവ്സ് അങ്ങനത്തെ ഒരു സാധനം അല്ലാണ്ട് വേറെ ഒന്നും പെർമിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ടുഗദർ വിത്ത് ദ മിനിമൽ അഡ്ഹസീവ്സ് ടേപ്പ് യൂസ് ഓൺലി ഫോർ ഫിക്സിങ് ദീസ് ഐറ്റംസ് ഓർ ഫിക്സിങ് ഹാൻഡിൽ ഓഫ് ദ ബ്ലേഡ്. നേരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയുന്നത്. കവറിങ് ദ ബ്ലേഡ് ടൈപ്പ് എ ആൻഡ് ബി ബാറ്റിൽ ഹാവ് നോ കവറിങ് ഓൺ ദ ബ്ലേഡിൻ്റെ അവിടെ ഒറ്റ കവറിങ് എക്സെപ്റ്റ് ആസ് പെർമിറ്റഡ് ലോസ്. അതായത് ആ നേരത്തെ സ്റ്റിക്കർ ഒട്ടിക്കുകയാണെങ്കിൽ എത്ര എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഗ്രിപ്പ് എത്ര എക്സ്റ്റെൻഡ് ചെയ്യാം. ടൈപ്പ് സി ആൻഡ് ഡി ബാറ്റ്സ് ക്ലോത്ത് കവറിങ് ഓൺ ദ ബ്ലേഡ് പറയുന്നുണ്ട്. പിന്നെ ക്ലോത്ത് കവറിങ് പെർമിറ്റ് സി ആൻഡ് ഡി ഷാൽ ബി ഓഫ് തിക്നെസ്. ഈ ക്ലോത്തിൻ്റെ തിക്നെസ്സും കൂടി പറയുന്നുണ്ട്. 0.02 ഇഞ്ച് അല്ലെങ്കിൽ 0.3 mm എന്ന് പറയുന്നുണ്ട്. ബിഫോർ ട്രീറ്റ്മെൻറ്റ് എനി മെറ്റീരിയൽസ് എഫർ ടു എബവ് ഇൻ ലോ 5.4 ആൻഡ് B.4 ആർ ടു ബി കൺസിഡർ ആസ് എ പാർട്ട് ഓഫ് ബാറ്റ് വിച്ച് മേ സ്റ്റിൽ പാസ് ത്രൂ ദ ഗേജ്. പിന്നെ ഒരു ഗേജ് ഉണ്ട്, അത് കൂടെ പാസ് ഔട്ട് ആയിക്കഴിഞ്ഞാൽ മാത്രമാണിത് അംഗീകരിക്കപ്പെടുക എന്നുള്ളൊരു കേസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബാറ്റിനെ പറ്റി പറയുന്നത്. പിന്നെ ഇത് പ്രൊട്ടക്ഷൻ റിപ്പയറിനെ പറ്റി പറയുന്നത്. സർഫസ് ഓഫ് ദ ബ്ലേഡ് മേ ബി ട്രീറ്റഡ് വിത്ത് നോൺ സോളിഡ് മെറ്റീരിയൽസ് വെച്ച് ട്രീറ്റ് ചെയ്യാം. ടു ഇംപ്രൂവ് ദ റെസിസ്റ്റൻസ് ടു മോയ്സ്ചർ അതിൻ്റെ അകത്തേക്ക് ഈ ഈർപ്പം കയറാത്ത കാര്യങ്ങൾ ഓർ മാസ് നാച്ചുറൽ ബ്ലെമിസസ് ഇൻ ദ അപ്പിയറൻസ് ഓഫ് ദ വുഡ്. അതിൻ്റെ ലുക്ക് നാച്ചുറലായിട്ടുള്ള ഈ വിയർ ആൻഡ് ടിയർ, അതായത് ഈ മരത്തിൻ്റെ ആണല്ലോ, അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതും ഒഴിവാക്കാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാന്ന് പറയുന്നത്. സേഫ് ഫ്രം പർപ്പസ് ഓഫ് ഗിവിങ് homogeneous appearance by masking natural blemishes. Such treatment shall not immediately alter the color of the blade. അതായത് ചിലപ്പം മരത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റേതായിട്ട് ഇംപെർഫെക്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ചില അതിനെ മാറ്റാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, പക്ഷേ അതിൻ്റെ നാച്ചുറൽ കളർ കളയാൻ പാടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നത്. മെറ്റീരിയൽസ് ക്യാൻ ബി യൂസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് റിപ്പയർ ആസ് സ്റ്റേറ്റഡ് ഇൻ ലോ 5.4 ആൻഡ് ആർ അഡീഷണൽ ടു ദ ബ്ലേഡ്. നമ്മൾ അഡ്ഹസീവ്സും അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കണ കേസ് പറയില്ല, അത് തന്നെ വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. ഇൻ സച്ച് മെറ്റീരിയൽ ഷാൽ നോട്ട് എക്സ്റ്റെൻഡ് ഓവർ എനി പാർട്ട് ഓഫ് ദ ബാക്ക് ഓഫ് ദ ബ്ലേഡ് എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ലോ 5.4 ആൻഡ് ദെൻ ഓൺലി വെൻ ഇറ്റ് ഈസ് അപ്ലൈഡ് ആസ് കണ്ടിന്യൂസ് റാപ്പിംഗ് കവറിങ് ദ ഡാമേജ്ഡ് ഏരിയ. അപ്പോൾ നമുക്ക് ഈ ഡാമേജ്ഡ് ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് കണ്ടിന്യൂസ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ വേറൊരു ഒരു സാധനം നമ്മൾ ചുമ്മാ വെറുതെ സ്റ്റിക്കറൊക്കെ എടുത്ത് ഒട്ടിക്കാനൊന്നും പറ്റില്ല എന്നാണ് പൊതുവേ പറയുന്നത്. നമ്മൾ ഡാമേജ്ഡ് ആയിട്ടുള്ള, അതായത് ഒരു ജെന്യുവൻ റീസൺ ഇല്ലാണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഇതിൽ. റിപ്പയർ മെറ്റീരിയൽ ഷാൽ നോട്ട് എക്സ്റ്റെൻഡ് അലോങ് ദ ലെങ്ത് ഓഫ് ദ ബ്ലേഡ് മോർ ദാൻ 0.75 ഇഞ്ച് ഓർ 2 സെൻറ്റിമീറ്റർ. അതായത് അതിൻ്റെ നീട്ടത്തിലേക്ക് നോക്കുമ്പോൾ നീളമായിട്ടുള്ള ഭാഗങ്ങളിൽ ഇതിൻ്റെ റിപ്പയർ മെറ്റീരിയലിൻ്റെ മാക്സിമം 2 സെൻറ്റിമീറ്റർ വരെയൊക്കെ പോകാൻ ഡയറക്ഷൻ ബിയോണ്ട് ദിസ് ലിമിറ്റ്സ് ഓഫ് ഡാമേജ്ഡ് ഏരിയ. അത് ഡാമേജ് ഏരിയയുടെ ബിയോണ്ട് ഒരു 2 സെൻറ്റിമീറ്റർ അപ്പുറമൊക്കെ മാറ്റാം, അതിനപ്പുറം പോകാൻ പാടില്ല. വേർ യൂസ്ഡ് ആസ് കണ്ടിന്യൂസ് ബൈൻഡിങ് എനി ഓവർലാപ്പിംഗ് ഷാൽ നോട്ട് ബ്രീച്ച് ദ മാക്സിമം ഓഫ് 0.04 ഇഞ്ച് ഓർ 0.1 സെൻറ്റിമീറ്റർ ഇൻ ടോട്ടൽ തിക്നെസ്. അതായത് ഇപ്പോൾ ഒരു ബാറ്റ് ഇങ്ങനെ നമ്മൾ പൊട്ട് എന്തെങ്കിലും ചെയ്തു, നമ്മളത് റാപ്പിംഗ് വഴി ശരിയാക്കുകയാണ്. റാപ്പ് ചെയ്ത് അതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ 2 ലെയറൊക്കെ ഓവർലാപ്പ് ചെയ്തതിൻ്റെ തിക്നെസ് ഈ പറഞ്ഞ 0.1 സെൻറ്റിമീറ്റർ കൂടുതൽ കൂടാൻ പാടില്ല എന്നാണ് ഈ പറയുന്നത്. ദ യൂസ് ഓഫ് നോൺ സോളിഡ് മെറ്റീരിയൽ വിച്ച് വെൻ ഡ്രൈ ഫോംസ് എ ഹാർഡ് ലെയർ മോർ ദാൻ
0.004 or 0.01 ഇഞ്ച് ഇൻ തിക്നെസ് ഈസ് നോട്ട് പെർമിറ്റഡ്. അതായത് ചിലപ്പോൾ നമ്മൾ ഈ ഡ്രൈ ഫോംസിൽ, അതായത് ചിലപ്പോൾ അത് ആദ്യം അടിക്കുമ്പോൾ ഒരു പെയിൻറ്റ് പോലെ ആയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അത് കട്ടിയായിട്ട് ഡ്രൈ ഫോംസ് പറയുന്നത്, അതാണ് കട്ടിയായി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ തിക്നെസ് ഈ പറഞ്ഞ 0.01 സെൻറ്റിമീറ്റർ കൂടുതലാവാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഡീഷണലി ഫോർ ദ പ്രൊട്ടക്ഷൻ ഫ്രം ഡാമേജ് ഫോർ ബാറ്റ് ടൈപ്സ് ബി സി ആൻഡ് ഡി മെറ്റീരിയൽ മേ ബി ഇൻസെർട്ടഡ് അറ്റ് ടോ. ടോയിൽ മെറ്റീരിയൽ ഇൻസെർട്ട് ചെയ്യാം, അതിന് എല്ലാം സൈഡിൽ ഇൻസെർട്ട് ചെയ്യാം, പാരൽ ടു ദ ഫേസ് ഓഫ് ദ ബ്ലേഡിൻ്റെ ഫേസിന് പാരലായിട്ടുള്ള ഭാഗങ്ങളിലോ ടോയിലോ ഒക്കെ മെറ്റീരിയൽസ് ഇൻസെർട്ട് ചെയ്യാൻ ഈ ബി സി ഡി എന്ന് പറഞ്ഞ റേഞ്ചിലെ സാധനത്തിന് പറ്റും എന്നാണ് പറയുന്നത്. പെർമിറ്റഡ് കവറിങ്സ്, റിപ്പയർ മെറ്റീരിയൽ ആൻഡ് ടോ ഗാർഡ്സ് നോട്ട് എക്സീഡിങ് ദർ സ്പെസിഫൈഡ് thicknesses may be addition to the dimensions above, but the bat must still pass through the gauge as described in B. ഗേജിനെ പറ്റി പറയാൻ പോകുന്നുള്ളൂ. അപ്പോൾ ആ ഗേജ് ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്താൽ ഗേജിൽ കൂടെ പാസ് ചെയ്താൽ മാത്രമേ ബാറ്റ് വിടുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ടോ ആൻഡ് സൈഡ് ഇൻസെർട്ട്സ്, ദ വുഡ് യൂസ് മസ്റ്റ് നോട്ട് ബി മോർ ദാൻ 0.35 ഇഞ്ച് ഓർ 0.89 ഇൻ തിക്നെസ്. ടോയിൻ്റെ കേസിൽ ടോ ഇൻസെർട്ട് ഷാൽ നോട്ട് എക്സീഡ്, ടോയിൻ്റെ അകത്ത് ഇൻസെർട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാൽ ഷാൽ നോട്ട് എക്സ്റ്റെൻഡ് ഫ്രം ദ ടോ മോർ ദാൻ 2.5 ഇഞ്ച് ഓർ 6.35 സെൻറ്റിമീറ്റർ അപ്പ് ദ ബ്ലേഡ് അറ്റ് എനി പോയിൻറ്റ്. ടോയിൽ ഇൻസെർട്ട് ചെയ്ത സാധനങ്ങൾ ഈ പറഞ്ഞ ലെങ്ത്തിൽ കൂടെ സ്ട്രെച്ച് ചെയ്യുന്ന ഇത് ഇൻസെർട്ട് മേ എക്സ്റ്റെൻഡ് ഫ്രം ദ എഡ്ജിൽ കൂടെ സൈഡിലേക്കും എക്സ്റ്റെൻഡ് ആകാൻ പാടില്ല. നോട്ട് മോർ ദാൻ 2.54 സെൻറ്റിമീറ്റർ അക്രോസ് ദ ബ്ലേഡ് അറ്റ് എനി പോയിൻറ്റ്. ഇനിയാണ് നമ്മുടെ സംഭവം, ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നില്ലേ കൊമേഴ്ഷ്യലായിട്ടുള്ള. അപ്പോൾ കൊമേഴ്ഷ്യൽ ഐഡൻറ്റിഫിക്കേഷൻ മേ നോട്ട് എക്സീഡ് 0.008 ഓർ ഇഞ്ച് അല്ലെങ്കിൽ 0.02 സെൻറ്റിമീറ്റർ ഇൻ തിക്നെസ്. ഭയങ്കര തിക്കായിട്ടുള്ള സാധനം ഉപയോഗിക്കാൻ പറ്റില്ല, ഈ പറഞ്ഞ അത്ര പറ്റുള്ളൂ. ഓൺ ദ ബാക്ക് ഓഫ് ദ ബ്ലേഡ് ദേ മസ്റ്റ് ഓക്യുപ്പൈ നോട്ട് മോർ ദാൻ 50% ഓഫ് സർഫസ്. ബാക്ക് ഓഫ് ദ ബ്ലേഡിലാണ് ഒട്ടിക്കേണ്ടത്, അത് 50% ഓഫ് സർഫസിന് അപ്പുറം വരാനും പാടില്ല. ഓൺ ദ ഫേസ് ഓഫ് ദ ബ്ലേഡ് ദേ മസ്റ്റ് ബി വിത്തിൻ ദ ടോപ്പ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ബാറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്തും ഉണ്ടാവുമല്ലോ, നമ്മൾ അടിക്കുന്ന ഭാഗത്തും സ്റ്റിക്കർ ഉണ്ടാവുമല്ലോ, അതതിൻ്റെ ടോപ്പിലായിരിക്കണം. അതിൻ്റെ ആ ഒരു സൈസ് പറയുന്നുണ്ട് 9 ഇഞ്ച് 22.86 സെൻറ്റിമീറ്റർ, ആ റേഞ്ച് വരാൻ പാടുള്ളൂ. മെഷർ ഫ്രം വേർ ദ ബോട്ടം ഓഫ് ദ ഗ്രിപ്പിൽ നിന്ന് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ ഇത് ഇത്ര ലെങ്ത്തേ പാടുള്ളൂ. ഇനി ടൈപ്പ് ഡി ബാറ്റ്സ് ആർ ഡിഫൈൻഡ് ഷാൽ കംപ്ലൈ വിത്ത് ദ സൈസ് സ്പെസിഫിക്കേഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ലോ 5 ആൻഡ് ദിസ് അപ്പൻഡിക്സ്. ദ ബ്ലേഡ് ഇൻ അഡീഷൻ മേ ബി. അപ്പോൾ നമ്മുടെ ടൈപ്പ് ഡി ബാറ്റിൻ്റെയും ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ലാമിനേറ്റഡ് ബൈ യൂസിങ്, ഇതിൻ്റെ ലാമിനേഷൻ, അതായത് അതിൻ്റെ അതിൽ ലാമിനേഷൻ നടത്താൻ പറ്റും. വുഡ് യൂസ് ചെയ്ത് മാത്രമേ പറ്റുള്ളൂ. മാക്സിമം അതിൻ്റെ 3 പീസ് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കളർ ചെയ്യാൻ പറ്റും, പക്ഷേ ലോ 5.5 പറഞ്ഞിരുന്നു കുറച്ച് കളറിൻ്റെ കേസുകൾ, അത് മാറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോക്കിയിരുന്ന സംഭവം ഇതായിരുന്നു, ബാറ്റ് ഗേജ്. ഓൾ ദ ബാറ്റ്സ് ദാറ്റ് കൺഫോം ടു ദ ലോസ് ഓഫ് ക്രിക്കറ്റ് മസ്റ്റ് മീറ്റ് ദ സ്പെസിഫിക്കേഷൻ ഡിഫൈൻ ലോ 5.7. They must also, with or without protective coverings permitted in law 5.4, be able to pass through a bat gauge. അതായത് നമ്മൾ പല രീതിക്ക് ബാറ്റിന് ട്രീറ്റ്മെൻറ്റും അതിൽ ഒട്ടിക്കാനും പിടിക്കാനൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇത് എന്തൊക്കെ പറഞ്ഞാലും ഇത് ഒരു ട്രീറ്റ്മെൻറ്റ് പാസ് ചെയ്ത് പോകണം. അതായത് ട്രീറ്റ്മെൻ്റ് അല്ല, ഐ മീൻ ഒരു ഗേജ് പാസ് ചെയ്ത് പോകണം. അപ്പോൾ ആ ഗേജിൻ്റെ ഡീറ്റെയിലാണ് കാണുന്നത്. അതിൻ്റെ വിഡ്ത്ത്, ഡെപ്ത്ത്, ഹൈറ്റ് കാണാം. അപ്പോൾ ജസ്റ്റ് അത് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ടോട്ടൽ ഡെപ്ത്ത്, വിഡ്ത്ത്, എഡ്ജ്, കർവ്, അതെല്ലാം ഇതിൽ കൂടെ പാസ് ചെയ്ത് പോയാൽ മാത്രമാണ് ബാറ്റ് ക്ലിയർ ആവുള്ളൂ. ഒരു ഗേജാണ്, അതായത് ഒരു അഗ്നിപരീക്ഷ നേരിടേണ്ട, അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ മെഷർമെൻറ്റുള്ള സാധനത്തിൽ കൂടി പാസ് ചെയ്താൽ മാത്രം, ഒരു പർട്ടിക്കുലർ വാതിലിൽ കൂടി കടന്നു പോയാൽ മാത്രമാണ് അത് കറക്റ്റാണ് ആ ബാറ്റ് ആസ് പെർ ഇതാണ്. അത് നമ്മൾ ഈ പറഞ്ഞ ബാൻഡേജ് ഇതൊക്കെ ചെയ്തതിന് ശേഷം അത് കൂടെ പാസ് ചെയ്യണമെന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്.